പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഗുജറാത്തി ധോക്ലയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ലതായിട്ട് അരിച്ചെടുക്കണം. ഇനി ധോക്ലയുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ച് സാവധാനത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 3/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇതുപോലെ വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 to 10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം വിസ്ക് കൊണ്ട്. ധോക്ല നല്ല ഫ്ലഫി ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ ഇനി അരമണിക്കൂർ നമുക്ക് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് ബാറ്റർ ഒഴിച്ച് വെക്കാനുള്ള പാത്രം നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും മതി. ഇനി നമുക്ക് ബാറ്റർ എടുത്ത് നോക്കാം. ബാറ്റർ വിസ്ക് കൊണ്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ധോക്ലയ്ക്ക് നല്ലൊരു മയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഈനോയാണ്. ഈനോ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു 10 രൂപയുടെ ചെറിയ പാക്കറ്റാണിത്. ഈ പാക്കറ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈനോ ഇതുപോലെ ബാറ്ററിലേക്ക് ഇട്ടതിന് ശേഷം 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഈനോ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ച് സ്റ്റീം ചെയ്യാൻ വെക്കേണ്ടതാണ്. ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 10 മിനിറ്റ് മുന്നേ സ്റ്റീം ചെയ്യാനുള്ള ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ബാറ്റർ സ്റ്റീം ചെയ്യാൻ വെച്ചതിന് ശേഷം 10 to 15 മിനിറ്റ് എടുക്കും റെഡിയായി വരാനായി. ധോക്ല റെഡിയായി വരുന്ന സമയത്ത് നമുക്കതിനാവശ്യമായ പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അലുത്ത് വരണം, നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം. വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് വന്നു കഴിയുമ്പോഴേക്കും 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ധോക്ല റെഡിയായോ എന്ന് നോക്കാം. തയ്യാറായോ എന്ന് ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ കുത്തി നോക്കാവുന്നതാണ്. ധോക്ല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പഞ്ഞി പോലുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇനോയ്ക്ക് പകരം ഈസ്റ്റൊക്കെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇനോയാണ് ഉപയോഗിക്കാറുള്ളത്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനിയുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.